കാണുന്നത് ഫോമാറ്റ് പെയിൻറ്റർ ആണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് നമുക്ക് ഒരു സെല്ലിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് നമുക്ക് മറ്റ് സെല്ലുകളിലേക്കും വേണമെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെല്ല് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സെല്ലിന് ഞാൻ പർട്ടിക്കുലർ ഫോമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഡോളർ സൈൻ ഇട്ടിട്ടുണ്ട്, ബോൾഡ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫോമാറ്റ് ഈ സെല്ലുകളിലെല്ലാം വരുത്തണം. ഓക്കെ, ഇവിടെയുള്ള നമ്പർ ഇട്ടിട്ടുള്ള ഈ സെല്ലുകളിലൊക്കെ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് വരുത്തണം. അതിനാണ് ഞാനിവിടെ ഫോമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ഈ ഒരു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഈ പോർഷനിലാണ് ഫോമാറ്റ് പെയിൻറ്റർ ഇരിക്കുന്നത്. ഞാനിവിടെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെല്ല്, അതായത് ഈ ഒരു സെല്ല് ഏതിലെ ഫോമാറ്റ് ആണോ നമുക്ക് വേണ്ടത് ആ സെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഒരു ക്ലിക്കാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലസ് ഐക്കണിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു ബ്രഷ് കൂടി ഉണ്ട് അല്ലേ, ഒരു പെയിൻറ്റ് ബ്രഷ് കൂടി ഉണ്ട്. അതായത് അതിൽ ഫോമാറ്റ് പെയിൻറ്റർ ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഞാൻ ഈ ഒരു സെല്ല് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം അല്ലേ. കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ഇവിടെ കൂടി കോപ്പിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെല്ലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് വർക്ക് ആവണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം സെലക്ട് ചെയ്തിട്ട് എല്ലാ സെല്ലിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സെല്ല് ഏത് ഫോമാറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോമാറ്റ് പെയിൻറ്ററിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണ് സിംഗിൾ ക്ലിക്ക് ആയിരുന്നു നേരത്തെ ചെയ്തത്, ഇപ്രാവശ്യം നമ്മൾ ചെയ്തത് ഡബിൾ ക്ലിക്കാണ്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ നമ്മളിതൊന്ന് പോയി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെല്ലിൽ അഗെയിൻ ഇവിടെ കണ്ടോ. ഈച്ച് ടൈം ഫോമാറ്റ് പെയിൻറ്റർ സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു പ്രാവശ്യം നമുക്ക് വേണ്ട ഫോമാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളവിടെ ഫോമാറ്റ് പെയിൻറ്ററിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് വേണ്ടിടത്തെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ ഫോമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തുകൂടെ. ഇനിയിപ്പോൾ ഈ ഫോമാറ്റ് പെയിൻറ്റർ വേണ്ട എന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കീബോർഡിൽ എസ്കേപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ആ പെയിൻറ്റർ അങ്ങ് പോയി. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എംപ്ലോയി ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഈ എംപ്ലോയി ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എംപ്ലോയി നെയിമിന് ഞാനൊരു പർട്ടിക്കുലർ അതായത് ഈ ഒരു കംപ്ലീറ്റ് കോളത്തിന് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിനും കൂടി വരണം എന്ന് വിചാരിക്കുക. അതായത് ഞാൻ കൊടുത്തപ്പോൾ ഞാനിത് മറന്നുപോയി, ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഇതിനും കൂടി എനിക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. എന്താ ചെയ്യുക, അതായത് ജസ്റ്റ് ലിസയുടെ സെല്ല് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ ഞാൻ ഫോമാറ്റ് പെയിൻറ്റർ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ സംഭവം ഉണ്ടല്ലോ, എവിടെയാണോ വേണ്ടത് അത് കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ലീവ് ചെയ്യുക. കണ്ടോ, എത്ര വേഗം എല്ലാ സെൽസിനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോമാറ്റ് പെയിൻറ്റർ കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മന്ത്ലി സാലറിക്കും ആനുവൽ സാലറിക്കും ഒക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ഹയർ ഡേറ്റിന് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട്, അതൊന്നും ഇവിടെ അപ്ലൈ ആയിട്ടില്ല. ഹയർ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ മന്ത്ലി സാലറിക്കും അതുപോലെ ആനുവൽ സാലറിക്കും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഫോമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇനിയിപ്പോൾ സിംഗിൾ സെല്ലിലേക്ക് മാത്രമല്ല, നമുക്ക് മൊത്തമായിട്ടൊരു ഫോമാറ്റിംഗ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ അതും കൂടി നമുക്ക് ഈ ഫോമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഞാനിവിടെ സെയിൽസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ഫോമാറ്റ് എനിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോമാറ്റ് പെയിൻറ്ററിൽ പോവുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൗസ് അങ്ങ് റിലീസ് ചെയ്യുക. കണ്ടല്ലോ, സെയിം ഫോമാറ്റിംഗ് ഇവിടെയും അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോമാറ്റിംഗ് വേണമെങ്കിലും, അതായത് സിംഗിൾ സെല്ലിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമുക്ക് ഇങ്ങനെയുള്ള ഫോമാറ്റിങ്ങും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോമാറ്റ് പെയിൻറ്റർ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ഫോമാറ്റ് പെയിൻറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.